ഹേമ കമ്മിറ്റി മുമ്പാകെ ലഭിച്ച മൊഴികളിൽ മലയാള ചലച്ചിത്ര രംഗത്തെ പ്രമുഖരുടെ പേരുകളും ഉൾപ്പെടുന്നു. എഴുതി നൽകിയ പരാതികൾ, നേരിട്ട് രേഖപ്പെടുത്തിയ മൊഴികൾ, വാട്സാപ്പ് സന്ദേശമായി അയച്ചവ വഴങ്ങാൻ ആവശ്യപ്പെട്ട് തങ്ങളോട് ചില നടന്മാരും നിർമ്മാതാക്കളും ഫോണിൽ വിളിച്ച് ആവശ്യപ്പെട്ടത് റെക്കോർഡ് ചെയ്തത്, ഫോട്ടോകൾ, ഫാൻസ് അസോസിയേഷൻ അയച്ച അശ്ലീല സന്ദേശങ്ങൾ, പരുഷമായി ഇടപെട്ടത് റെക്കോർഡ് ചെയ്തത്, അങ്ങനെ നടപടിയെടുക്കാൻ തക്കവണ്ണമുള്ള മൊഴികൾ ലഭിച്ചിരുന്നു. ഈ വിവരങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല. ഒരു യുവനടൻ പോലീസ് വേഷത്തിൽ അഭിനയിച്ച ഒരു നടിയെ കുത്തിനു പിടിച്ചു തള്ളുന്നതിന്റെ വീഡിയോ ക്ലിപ്പിംഗും കമ്മിറ്റിക്ക് ലഭിച്ചു. ആരോപണ വിധേയരായവരിൽ സംഘടനകളിൽ നിർണായക പദവി വഹിക്കുന്നവരും ഉണ്ടത്രേ. ഫാൻ ക്ലബ്ബുകളുടെ അശ്ലീല സന്ദേശങ്ങൾ നടന്മാരുടെ അറിവോടെയാണെന്നാണ് കമ്മിറ്റിയുടെ നിരീക്ഷണം. എന്നാൽ ഈ കൂട്ടുകെട്ട് തെളിയിക്കാൻ പറ്റിയ വിവരങ്ങൾ ലഭിച്ചില്ല. എന്നാൽ മൊബൈൽ സന്ദേശങ്ങളുടെ അടിസ്ഥാനത്തിൽ IPC 354 പ്രകാരം ക്രിമിനൽ കേസ് എടുക്കാമെന്ന കമ്മിറ്റിയുടെ റിപ്പോർട്ടിൽ നിർദ്ദേശമുണ്ട്. 2019 ഡിസംബറിലാണ് കമ്മിറ്റി റിപ്പോർട്ട് സമർപ്പിച്ചത്. 2 മാസത്തിന് ശേഷം മൊഴികൾ പുറത്തുവിടരുതെന്ന് അഭ്യർത്ഥിച്ച് 2020 ഫെബ്രുവരി 20 കമ്മിറ്റി അധ്യക്ഷ വിവരാവകാശ കമ്മീഷന് കത്തയച്ചിരുന്നു. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ വിവരങ്ങൾ വെച്ച് പോലീസിന് കേസെടുക്കാനോ സർക്കാരിന് അതിന് നിർദ്ദേശം നൽകാനോ നിയമതടസ്സമില്ലെന്നാണ് വിദഗ്ധർ പറയുന്നത്. ആർജവമുണ്ടെങ്കിൽ പ്രത്യേക പരാതികൾ അനിവാര്യമല്ല. കേസെടുക്കാൻ 100% സാധിക്കുമെന്ന് പ്രോസിക്യൂഷൻ മുൻ ഡയറക്ടർ ജനറൽ T. ആസഫ് അലിയും നിയമവിദഗ്ധൻ CP ഉദയഭാനുവും പറയുന്നു. പുതിയ ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിത പ്രകാരം 0 FIR ആണ് ഉള്ളത്. കുറ്റകൃത്യം എവിടെ നടന്നാലും ഏത് പോലീസ് സ്റ്റേഷനിലും കേസ് രജിസ്റ്റർ ചെയ്യാം. പരാതി വേണമെന്നില്ല, വിവരങ്ങൾ മാത്രം മതി. ഹേമ റിപ്പോർട്ടിൽ സ്ത്രീ പീഡനവും ബലപ്രയോഗവും സംബന്ധിച്ച വിവരങ്ങളുണ്ട്. കേസെടുക്കാൻ അതുതന്നെ ധാരാളമാണ്. അന്വേഷിക്കണമെന്ന് ശുപാർശ ചെയ്തിട്ടില്ല. ആരെയും കുറ്റക്കാരായി ചൂണ്ടിക്കാട്ടിയിട്ടില്ല എന്നെല്ലാമാണ് സർക്കാരിന്റെ ന്യായം. ഇത് ഇടത് സർക്കാരിന് പറയാവുന്നതല്ല. കൂത്തുപറമ്പ് വെടിവയ്പ് സംബന്ധിച്ച് പത്മനാഭൻ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വന്ന 24 മണിക്കൂറിനകം MV രാഘവനെ അറസ്റ്റ് ചെയ്യിപ്പിച്ചു. വെടിവയ്പിന് MVR ഉത്തരവാദിയാണെന്ന് റിപ്പോർട്ടിൽ ഒരിടത്തും പറഞ്ഞിരുന്നില്ല. സോളാർ കമ്മീഷൻ റിപ്പോർട്ട് വന്നപ്പോഴും FIR ഇട്ടിരുന്നു. ചലച്ചിത്ര പ്രവർത്തകരുടെ സാക്ഷിമൊഴികൾ ആരും കണ്ടില്ലെന്നാണ് മറ്റൊരു വാദം. ഈ സാക്ഷിമൊഴികളുടെ അടിസ്ഥാനത്തിലാണ് കമ്മിറ്റി നിഗമനത്തിലെത്തിയത്. ഇരകളുടെ സ്വകാര്യത സംബന്ധിച്ച വാദങ്ങളിലും കഴമ്പില്ല. പീഡന കേസുകളിൽ ഇരയുടെ പേര് വിവരങ്ങൾക്ക് ഇപ്പോഴും സംരക്ഷണമുള്ളതാണ്. മാത്രമല്ല, ഇരകളുടെ മൊഴി മാതാപിതാക്കളുടെ സാന്നിധ്യത്തിൽ മതിയെന്നും സ്റ്റേഷനിൽ കൊണ്ടുപോകേണ്ടതില്ലെന്നും വ്യവസ്ഥയുണ്ട്. ആരോപണ വിധേയരുടെ സ്വകാര്യത കൂടി സംരക്ഷിക്കുന്ന നിലയിലാണ് സർക്കാരിന്റെ നിലപാട്. പ്രതികൾക്ക് ഭരണഘടനയിൽ ഇത്തരമൊരു സംരക്ഷണമില്ല. ഇത് കമ്മിറ്റിയാണ്, കമ്മീഷനല്ല എന്ന വാദമുണ്ട്. എന്തു തന്നെയായാലും റിപ്പോർട്ടിലെ വസ്തുതകൾക്കാണ് പ്രസക്തി. ഉദാഹരണങ്ങൾ പറയാം. അസാധാരണ പരിക്കുകളോടെ ഒരാൾ മരിച്ചു കിടക്കുന്നു. പരിക്കുകൾ സ്വയം ഏൽപ്പിച്ചതോ മൃഗങ്ങളെ ആക്രമിച്ചുണ്ടായതോ അല്ലെന്ന് പോസ്റ്റ്മോർട്ടത്തിൽ തെളിയുന്നു. പരാതിക്കാരിയില്ലെങ്കിലും പോലീസ് കൊലപാതക കേസ് എടുക്കാറുണ്ട്. നേരിട്ട് കേസെടുക്കാവുന്ന വസ്തുതകൾ ഇതിലുള്ളതാണ് കാരണം. വഴിയരികിൽ പരിക്കേറ്റ് കിടക്കുന്നയാളെ മറ്റൊരാൾ ആശുപത്രിയിൽ എത്തിച്ചു മുങ്ങുന്നു. പരിക്കേറ്റയാൾ പിന്നീട് മരിക്കുന്നു. ആശുപത്രിയിൽ നിന്ന് മുങ്ങിയ ആളെ തേടി പോലീസ് എത്തുന്നതും ഇങ്ങനെയാണ്. ഹേമ റിപ്പോർട്ടിൽ ആരുടെയും പേര് വിവരങ്ങളില്ല എന്നതാണ് വാദം. എന്നാൽ ഊരും പേരുമില്ലാത്ത ഒരാൾ അജ്ഞാത വാഹനം ഇടിച്ചു മരിച്ചാലും പോലീസ് നേരിട്ട് കേസെടുക്കും. കുറ്റകൃത്യം അനാവരണം ചെയ്യപ്പെടുന്ന വസ്തുതകൾ അവശേഷിക്കുന്നെങ്കിൽ നേരിട്ട് കേസെടുക്കാവുന്നതാണ്. പരാതിയുടെ ആവശ്യമില്ല. ഇവിടെ റെക്കോർഡ് തയ്യാറാക്കിയവരും അത് ചുമതലപ്പെടുത്തിയവരും അത് രഹസ്യമാക്കി വയ്ക്കാൻ തീരുമാനിച്ചതാണ് ഏറ്റവും നീതികേട്.